ഹുണ്ടായി i10 ഡീസൽ എഞ്ചിനാണ്. ഹുണ്ടായി i10 ഡീസൽ 3 സിലിണ്ടർ എഞ്ചിൻ. അപ്പോൾ 2017 മോഡൽ. അപ്പോൾ വണ്ടിയുടെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഡീസൽ എഞ്ചിൻ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. വണ്ടിയുടെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് റേസ് ചെയ്യുമ്പോൾ തന്നെ ഫുള്ള് പുകയാണ്, എക്സോസ്റ്റ് ഭയങ്കര പുക. ഒന്ന് റേസ് ആക്കിയിടാം. നല്ല കറുത്ത പുകയുണ്ട്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വർക്ക് പറഞ്ഞാൽ ഹുണ്ടായി i10 3 സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ്. അപ്പോൾ വണ്ടിയുടെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ പുകയാണ്. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ജസ്റ്റ് റേസ് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് പുക പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ചിലപ്പോൾ EGR അതുപോലെ മാനിഫോൾഡ് ഈ ഭാഗങ്ങളൊക്കെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് മെയിനായിട്ട് ഇത് വരിക. വണ്ടി ഏകദേശം 1,00,000 കിലോമീറ്ററിൻ്റെ അടുത്തായി, 88,000 ആയി കിലോമീറ്റർ. ഏകദേശം വണ്ടി കിലോമീറ്റർ എന്നാൽ 80,000. വണ്ടി ഏകദേശം 80,000 കിലോമീറ്റർ ആയി. അപ്പോൾ നമുക്ക് എന്തായാലും EGR മാനിഫോൾഡ് ഇതൊക്കെ അയച്ച് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ബ്ലോക്ക് ആണെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഒക്കെ ചെക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എഞ്ചിനാണ് ഡീസൽ 3 സിലിണ്ടർ എഞ്ചിനാണ് കേട്ടോ. 3 സിലിണ്ടർ 3 ഇഞ്ചക്ടറിൻ്റെ ലൈന് പോകുന്നുണ്ട്. 3 ഇഞ്ചക്ടർ 1 2 3 3 ഇഞ്ചക്ടർ ഉണ്ട്. അത് കറക്റ്റ് കാണുന്നുണ്ടെന്ന് അറിയില്ല. 1 2 3 കണ്ടാ 3 സിലിണ്ടർ എഞ്ചിനാണ്. അപ്പോൾ ഡീസൽ എഞ്ചിൻ. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് പറയുന്നത് പുകയാണ്. കസ്റ്റമർ മെയിനായിട്ട് ചെറിയ റേസ് ആക്കുമ്പോൾ തന്നെ രാത്രി സമയത്തൊക്കെ പോകുന്ന സമയത്തൊക്കെ ഇതുപോലെ പുറകിലെ വണ്ടിയുടെ ഗ്ലാസ്സിൽ ഒക്കെ പുകയടിച്ചിട്ട് വണ്ടിയുടെ ബാക്ക് വശം കാണാൻ പറ്റില്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കസ്റ്റമർ കംപ്ലയിൻറ്റ് പറയുന്നത്. അപ്പോൾ നമ്മളൊരു സബ്സ്ക്രൈബറാണ്. ഇപ്പോൾ i10 3 സിലിണ്ടർ. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് വരുന്നത് പറഞ്ഞാൽ ഒന്ന് മാനിഫോൾഡ് അയക്കണം. മാനിഫോൾഡ് അതുപോലെ EGR വാൾവ് പുറകിലെ വരുന്നുണ്ട്, ഇവിടെ ആയിട്ട് വരുന്നത് ഉള്ളിൽ ഇതായിട്ടാണ് വന്ന്. ഇതായി മാനിഫോൾഡിൽ നിന്ന് ഈ എയർ ഫിൽറ്ററിൻ്റെ ഇത് പോകുന്ന ടർബോയിലേക്കാണ്, ഡയറക്റ്റ് ടർബോയിലേക്കാണ് ഇതിൻ്റെ ഈ ഹോസ് കൊടുക്കുന്നത്. എയർ ഫിൽറ്ററിൻ്റെ ആ ഹോസ് കൊടുക്കുന്നത് ടർബോ എന്നാണ് ഡയറക്റ്റ് ഇതിലേക്ക് എയർ വലിക്കുന്നത്. അപ്പോൾ അത് അയക്കണം. മാനിഫോൾഡ് വരുന്നത് ഈ ഒരു പീസ് ഉണ്ടോ, ഒരു പീസാണ് മാനിഫോൾഡ്. അതിൻ്റെ താഴേക്ക് ഇവിടെ ഉണ്ട്, അതിൻ്റെ താഴ്ഭാഗം അവിടെ ഉണ്ട്. ഞാൻ അയക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് കാണിച്ചു തരാം. ഫിൽറ്റർ അയച്ചു വെച്ചതിന് ശേഷം അതിൻ്റെ ഇതിൽ വരുന്ന പൈപ്പുകളൊക്കെ അയച്ച് അതുപോലെ ഇവിടെ നിന്ന് വരുന്നത് ഫിൽറ്റർ ടർബോൻ്റെ ഉള്ളിൽ നിന്നാണ് അതിൻ്റെ ഇത് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവിടെ ടർബോൻ്റെ അവിടെ നിന്ന് പൈപ്പ് വരുന്നത്. അപ്പോൾ അത് അയച്ചു വെച്ചതിന് ശേഷം മാനിഫോൾഡ് അയച്ചിട്ടുണ്ട്. മാനിഫോൾഡ് പറഞ്ഞാൽ 5-6 ബോൾട്ട് വരുന്നുണ്ട്. 3 ബോൾട്ടും അതുപോലെ 2 നട്ടും വരുന്നത്. അപ്പോൾ ആ നട്ട് അയച്ചെടുത്തിട്ട് ഇതാ മാനിഫോൾഡ് അയച്ചിട്ടുണ്ട്. ഇന്നത്തെ മാനിഫോൾഡ് അയച്ചിട്ടുണ്ട്. ഇതാണ് ഇതിനുള്ളിൽ അവസ്ഥ. ഇന്നത്തെ മാനിഫോൾഡിൻ്റെ ഉള്ളിൽ ഫുള്ള് കച്ചറയാണ്. അതിൻ്റെ ഉള്ളിലത്തെ പൊസിഷൻ കണ്ട, ആ ഹോളൊന്നും കറക്റ്റല്ല, ഫുള്ള് കച്ചറ കുടുങ്ങിയിട്ട് ആ ഹോളൊക്കെ ചെറുതായിട്ടുണ്ട്. വീഡിയോയിൽ എത്ര ക്ലിയർ ഉണ്ടാവും കണ്ടാ. ഇതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കാണ്ട്. ഇത്ര ഈ പുറമേ കാണുന്ന ഔട്ടറിലുള്ള ഹോളെല്ലാം ഉള്ളിലേക്ക് വരുമ്പോൾ ചെറിയ ഹോളായിട്ടില്ല, ഹോളൊക്കെ ചെറുതായിട്ട്. അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാണ്ട്. അതുപോലെ ഇന്നത്തെ മാനിഫോൾഡ് കയറിപ്പോകുന്ന ഇതിൻ്റെ ഭാഗത്തും എഞ്ചിൻ്റെ ഭാഗത്ത് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അതുപോലെ വാൾക്കവർ പാക്കിങ് ലീക്ക് ഉണ്ട്, അപ്പോൾ അതൊക്കെ മാറ്റണം. വാൾക്കവർ പാക്കിങ് ലീക്ക് ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഓയിലൊക്കെ അടിക്കുന്നുണ്ടാ, താഴെയൊക്കെ ഓയിലൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ വാൾക്കവർ പാക്കിങ് വരുന്ന പറഞ്ഞാൽ ഇതിന് മേലെ മുകളിൽ ഇഞ്ചക്ടർ, ഈ 3 ഇഞ്ചക്ടർ അയച്ചതിന് ശേഷം വേണം വാൾക്കവർ പാക്കിങ് അയക്കണമെങ്കിൽ. അത് കഴിഞ്ഞ് ഇനി EGR അയക്കാണ്ട്. EGRൻ്റെ ഇത് എയർ ഫിൽറ്ററിലേക്ക് പോകുന്ന ഇന്നറ്റ് മാനിഫോൾഡിലേക്ക് പോകുന്ന ഈ പൈപ്പാണിത് കേട്ടോ. EGR എന്ന് വരുന്ന പൈപ്പാണിത്. അപ്പോൾ EGR പുറകിലേ വരുന്നത്, ഞാൻ കാണിച്ചു തരാം. EGR ഇവിടെ ആയിട്ട് വരുന്നത് കേട്ടോ. അതിൻ്റെ കണക്ഷൻ കൊടുക്കുന്ന ഭാഗം ഉണ്ടാവും. EGR എന്ന് വരുന്ന പൈപ്പ്, അതിൻ്റെ പൈപ്പ് കൊടുക്കുന്നതാ എക്സോസ്റ്റ് ഇതിലേക്ക് മാനിഫോൾഡിലേക്ക് കൊടുക്കുന്നത്, എക്സോസ്റ്റ് മാനിഫോൾഡിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബോൾട്ടൊക്കെ അയച്ചിട്ട് EGR വാൾവ് ഇവിടെ അയച്ചിങ് എടുക്കണം. അപ്പോൾ ഇതിൽ നിന്നുള്ള EGR വാൾവിലേക്ക് പോകാൻ ഞാൻ പറഞ്ഞ പൈപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ നിന്ന് അയച്ചതിന് ശേഷം EGR വാൾവ് നമ്മൾ ഈ സൈഡ് അയക്കും മൊത്തം ബാറ്ററി, അതുപോലെ എയർ ഫിൽറ്റർ, അതുപോലെ കൂളൻറ്റിൻ്റെ ഹോസുകൾ, കൂളൻറ്റിന് 2 ഹോസുകൾ വരുന്നുണ്ട്. അതുപോലെ ഇവിടെ വരുന്ന ഹോസുകൾ, ഈ ഇതിൽ വരുന്ന ഹീറ്ററിലേക്ക് പോകുന്ന ഹോസ്, അതൊക്കെ അയച്ചു കഴിഞ്ഞാൽ ഈ നമ്മൾ EGR മൊത്തം സെറ്റായിട്ട് ഇങ്ങനെ കിട്ടും കേട്ടോ. അതുപോലെ ഈ ഭാഗമാണ് മാനിഫോൾഡിലേക്ക് പോകുന്നത്. ഞാൻ നേരത്തെ കാണിച്ച അവിടെ മാനിഫോൾഡിലേക്ക് പോകുന്ന ഭാഗമാണ് ഇത് കണ്ട. അതുപോലെ കൂളൻറ്റിൻ്റെ ലൈന് പോകുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട് പൈപ്പ്. അപ്പോൾ നമ്മൾ EGR അസംബ്ലി മൊത്തം EGR അതിൻ്റെ കൂളർ ഒന്നിച്ച് ഫുള്ളായിട്ടാണ് ഇങ്ങനെ അയച്ചെടുത്തേണ്ട, പുറത്തേക്ക് അയച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്യാപ്പിലാണ് വരിക. ഈ ഒരു ഗ്യാപ്പിൽ വരുമ്പോൾ ഇതിൻ്റെ ഇടയിലെ കൂടെ മാക്സിമം നോക്കിയിട്ടൊക്കെ എടുക്കണം. വല്ല പൈപ്പും അതുപോലെയൊക്കെ പൊട്ടാനൊക്കെ സാധ്യത. ഇവിടെ ടെമ്പറേച്ചർ സെൻസറൊക്കെ വരുന്നുണ്ട് കേട്ടോ. EGR വാൾവ് ഈ ഒരു പൊസിഷനിൽ വരുന്ന കാരണം നമ്മൾ അയക്കുമ്പോൾ കറക്റ്റ് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ഇവിടെ ടെമ്പറേച്ചർ കേസിൻ്റെ കണ്ടാ തെർമോസ്റ്റാറ്റിൻ്റെ ഈ ടെമ്പറേച്ചർ സ്വിച്ചൊക്കെ വരുന്നുണ്ട്. ഈ ടെമ്പറേച്ചർ സ്വിച്ചിൻ്റെ ഈ വയർ കപ്പിളൊക്കെ അയച്ചെടുത്ത് കഴിഞ്ഞാൽ വരും. കാരണം ഈ ഒരു ഗ്യാപ്പിൽ കൂടാണ് ഇങ്ങോട്ടേക്ക് വരേണ്ടത്. അപ്പോൾ ഈ ഒരു ഇതൊക്കെ അയച്ചെടുത്ത് അതുപോലെ പൈപ്പുകൾ
ബാക്കി കപ്ലർ അതൊക്കെ നോക്കി ശ്രദ്ധിക്കണം. ഈ വയറിംഗ് ഒക്കെ ശ്രദ്ധിച്ച് ഇങ്ങനെ പൊക്കി പിടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ കൂടെ കയറും. ഇവിടുന്ന് ഇങ്ങനെ വളഞ്ഞു പോയിട്ട് ഈ ഒരു ഷേപ്പ് അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ ഈ ടർബോൻ്റെ ഈ ഇതുണ്ടോ, ഈ വേസ്റ്റ് ഗേറ്റ് വാൾവിൻ്റെ ഈ ഇതിലൊക്കെ ടച്ച് ചെയ്തിട്ടാണ് ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ നിൽക്കുക. അപ്പോൾ അവിടെയൊക്കെ മാറ്റിയെടുക്കണം, കുറച്ച് കഷ്ടപ്പാടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട്. സംഭവം അയച്ചെടുത്ത് അതിൻ്റെ ഉള്ളിലെ ഭാഗത്തൊക്കെ ഉണ്ടോ ഫുള്ള് പൊടിയൊക്കെ ആയിട്ട് കച്ചറയാണ്, ഫുള്ള് ഡസ്റ്റും ഉണ്ട്, ഫുള്ള് കരിയാണ് കേട്ടോ. ഞാൻ നേരത്തെ മാനിഫോൾഡിൻ്റെ ഭാഗങ്ങൾ കാണിച്ചത് പോലെ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഡസ്റ്റും കരികളുണ്ട്. അതുപോലെ ഈജിയർ വാൾവ് ഇതൊന്ന് സെപ്പറേറ്റ് ആക്കണം കേട്ടോ. വാൾവ് സെപ്പറേറ്റ് ആക്കിയിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ വരുന്ന കരിയും പൊടിയൊക്കെ ഉണ്ടെന്ന് കാണിച്ചു തരാം. അതുപോലെ ഓയിൽ കൂളർ, EGR കൂളർ, ഓയിൽ കൂളറല്ല EGR കൂളർ, ഇതും കൂടി സെപ്പറേറ്റ് ആക്കിയിട്ട് ഞാൻ ഇതിൻ്റെ മുമ്പിൽ വാൾവൊക്കെ എത്രമാത്രം ഡസ്റ്റ് ആയിട്ട് ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുള്ളതും കൂടി കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതും കൂടി അയച്ചെടുക്കട്ടെ. ഇതിൻ്റെയൊക്കെ ബോൾട്ടുകളാണ് വരുന്നത്, സാധാ 12ൻ്റെ ബോൾട്ടുകളാണ് വരുന്നത്. നമ്മൾ മാരുതിയുടെ ഒക്കെ വരികയാണെങ്കിൽ ചിലത് ഫ്ലവറിൻ്റെ ബോൾട്ടാണ് വരിക. EGR വാൾവിൻ്റെ ഈ സ്വിച്ച് വരുന്നുണ്ടല്ലോ, മാഗ്നറ്റിക് സ്വിച്ച്, ഈ സ്വിച്ച് വരുന്ന ഭാഗത്ത് വാൾവിൻ്റെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഇതിൻ്റെ മാത്രം ഫ്ലവറിൻ്റെ വരുന്നുണ്ട്. 4 ഫ്ലവറല്ല, അല്ലെങ്കിൽ ടൈപ്പ് വരുന്നത് 4 സൈസ് വരെ അല്ലെങ്കിൽ വരുന്നുണ്ട്, 4 ബോൾട്ട് വരുന്നുണ്ട്. അപ്പോൾ അതും കൂടി അയച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ അയച്ചിട്ട് അതിൻ്റെ ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ EGR വാൾവ് നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പൈപ്പുകളും ഞാൻ പറഞ്ഞ EGRൻ്റെ കൂളർ, അതുപോലെ അതിൻ്റെ പൈപ്പ് വരുന്നത് ഇത് മറ്റേ ഇതിലേക്ക് പോകുന്നത്, ടർബോൻ്റെ ഇതിലേക്ക് പോകുന്നത്, മാനിഫോൾഡിലേക്ക് പോകുന്നത്, എക്സോസ്റ്റ് മാനിഫോൾഡിലേക്ക് പോകുന്നത്. അതുപോലെ EGR വാൾവിൻ്റെ ഈ വാൾവ് മെക്കാനിസം വർക്ക് ചെയ്യുന്നതെന്നാൽ ഈ ഒരു മോട്ടറല്ല, ഈ ഒരു ഇത് വെച്ചിട്ടാണ്, ഈ മാഗ്നറ്റിക് സ്വിച്ച് വെച്ചിട്ടാണ്. നമ്മളിതിൽ പവർ കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് ഈ സ്വിച്ച് ഉണ്ട്, ഈ ഒരു വാൾവ്, ഇത് മാഗ്നറ്റ് അത് വർക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ട് പ്രസ് ചെയ്ത് വെക്കും. ആ സമയത്ത് ഈ വാൾവ് ഇങ്ങോട്ട് ക്ലോസ് ആവും. ഇതങ്ങോട്ട് ലോഡായി വരുന്ന സമയത്ത് ഈ വാൾവ് ഇങ്ങനെ പ്രസ് ആവും. ഇതിന് വാൾവിനെ പ്രസ് ചെയ്യും. ഈ വാൾവിനെ പ്രസ് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തൂടെ കാണാം, ആ വാൾവ് കാണാം, ഇപ്പുറത്തേക്ക് വരുന്നതാണ്. ഞാൻ ജസ്റ്റ് പ്രസ് ചെയ്ത് കാണിച്ചു തരാം, അപ്പം മനസ്സിലാവും. ഇതിപ്പോൾ ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇത് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടാം ഈ വാൾവ് EGR വാൾവ് സ്റ്റക്കാണ് ഓൾറെഡി. നമ്മൾ പ്രസ് ചെയ്ത് കൈ എടുത്തു കഴിഞ്ഞാൽ ഇത് ശരിക്കും മേലേക്ക് പൊങ്ങി വരേണ്ടതാണ്. ഇത് പൊങ്ങി വരുന്നില്ല, കണ്ട ഇപ്പോൾ ഇവിടെ സ്റ്റക്കായിട്ടുള്ളതാണ്, ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഇവിടെ വാൾവ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിൽ അത്ര കാണാൻ പറ്റുമെന്ന് അറിയാൻ പറ്റില്ല കേട്ടോ. ഇതിപ്പോൾ ജസ്റ്റ് ഓപ്പൺ ആയിട്ട് ഇവിടുന്ന് താഴെ തള്ളി കൊടുക്കണം. EGR വാൾവിൻ്റെ ഇത് വാൾവ് ഫുള്ള് ഡസ്റ്റ് പിടിച്ചിട്ട് കണ്ട, ഫുള്ള് ഡസ്റ്റ് പിടിച്ചിട്ട് ഇത് സ്റ്റക്കായി നിൽക്കും. ഞാൻ അങ്ങോട്ട് തള്ളി പ്രസ് ചെയ്യാം, അങ്ങോട്ട് തള്ളിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് തള്ളി കുറച്ച് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ കണ്ട ഈ ലെവലിൽ വന്നിട്ടുണ്ടോ. ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ അത് അങ്ങോട്ട് തള്ളി നിൽക്കുകയാണ്, ഇവിടെ റിട്ടേൺ വരുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഈ വാൾവിൻ്റെ സൈഡ് 2 സൈഡും ഫുള്ള് ഡസ്റ്റ് ആയിട്ടാണ്, ഫുള്ള് ഡസ്റ്റായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്, ഹോളൊക്കെ ചുരുങ്ങി പോയിട്ടുണ്ട്. ഈ താഴെ വാൾവിൻ്റെ ഓപ്പണിങ് പ്ലേസിന് കണ്ട ഫുള്ള് ഡസ്റ്റായിട്ട് ചുരുങ്ങിയിട്ട്. അപ്പോൾ വാൾവ് മൊത്തം ക്ലീൻ ചെയ്തിട്ട് അത് EGRൻ്റെ കൂളറിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് ഡസ്റ്റാണ്, ഫുള്ള് കരി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അതുപോലെ ഈ പൈപ്പും ക്ലീൻ ചെയ്യണം, എക്സോസ്റ്റിൽ നിന്ന് വരുന്ന പൈപ്പ്, ഒരു പൈപ്പും ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് മൊത്തം ഒന്ന് സെറ്റാക്കി നോക്കാം. അതിന് ശേഷം ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്കിംഗ് ഏകദേശം ഓക്കെ ആവും. ഇപ്പോൾ സ്റ്റക്കാണ് കണ്ട, കൈകൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ നല്ല ടൈറ്റും ഉണ്ട്. സാധാരണ ഇത്ര വലിയ ടൈറ്റ് കാണില്ല. സ്പ്രിങ്ങിലോട് നമ്മളെ മുമ്പ് വീഡിയോസൊക്കെ ചെയ്തല്ലോ, നമ്മൾ ബ്രഷ് സൈഡൊക്കെ വെച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇതൊന്നും ഇത്ര സ്റ്റക്ക് ഉണ്ടായിരുന്നില്ല. അത് പ്രസ്സായിട്ട് ഇങ്ങനെ റിട്ടേൺ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ശരിയാവും. അപ്പോൾ ഇത് നമുക്ക് മൊത്തം ഒന്ന് ഡീസലൊക്കെ ഒഴിച്ച് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഫുള്ള് ക്ലീൻ ആക്കിയിട്ടുണ്ട്. EGR വാൾവ്, അതുപോലെ EGR വാൾവിൻ്റെ ആയിരുന്ന കൂളർ, അപ്പോൾ അതിൻ്റെ പൈപ്പ്, അതുപോലെ ഇൻലെറ്റ് ടർബോയിലേക്ക് പോകുന്ന എയർ ഫിൽറ്ററിന് ടർബോയിലേക്ക് പോകുന്ന പൈപ്പ്, അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ ഇൻലെറ്റ് മാനിഫോൾഡിൻ്റെ ഉള്ളൊക്കെ ഫുൾ അടഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ക്ലീൻ ആക്കിയിട്ട് ഡീസൽ ഇട്ടല്ലേ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് വെള്ളം അടിച്ചൊന്ന് ക്ലീൻ ചെയ്യണം. ഇപ്പോൾ ഡീസലൊക്കെ ഇട്ടിട്ട് ഒന്ന് അരച്ച് വൃത്തിയാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് വെള്ളം അടിച്ച് ക്ലീൻ ചെയ്യണം. നമ്മൾ പ്രഷർ വാഷർ വെച്ചിട്ടാണ് വെള്ളം അടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫുള്ളൊന്ന് പ്രഷർ വാഷ് വെച്ച് ഒന്ന് ആദ്യം ഒന്ന് വെള്ളം അടിച്ച് ക്ലീൻ ആക്കിയതിന് ശേഷം ഞാൻ ഫുള്ളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് പുറംഭാഗത്തൊന്ന് വൃത്തിയായി വരുമ്പോൾ നിങ്ങൾ കണ്ടാ ഡീസലിട്ട് ക്ലീൻ ചെയ്തതിൻ്റെ ആ വൃത്തിയുണ്ട. ക്ലീൻ ചെയ്ത ആ ഭാഗത്തുള്ള കരിയാണ് ഈ കാണുന്നത്. എന്താ ഫുള്ള് ഡീസലിട്ട് അതിൻ്റെ ക്ലീൻ ചെയ്തതിൻ്റെ ആ കരിയാണ് കാണുന്നത്. കുറച്ച് അടിച്ച് നല്ല പ്രഷറിലും റെഡി ആവണ്ട. ഉള്ളിലേക്ക് വെള്ളം അടിക്കാണ്ട് ഉള്ളിൽ കച്ചറകൾ വേണ്ട. ടർബോൻ്റെ ഓയിൽ കൂളർ, അത് ഓയിൽ കൂളറിൻ്റെ ആ ടർബോയിലേക്ക് ഒന്ന് ഭാഗമുണ്ട്. ഇതിപ്പോൾ ഈ 2 പൈപ്പ് പറഞ്ഞാൽ കൂളൻ്റ് വരുന്ന ഭാഗം, ഈ രണ്ട് പൈപ്പ്. അപ്പോൾ ഈ ഭാഗമാണ് മെയിനായിട്ട് കരിയുള്ളത്. അപ്പോൾ അതൊക്കെ ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്യട്ടെ. EGR വാൾവ് ക്ലീൻ ആക്കിയിട്ടുണ്ട്. EGR വാൾവ് അതിൻ്റെ കൂളറൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ടോ. നേരത്തെ ഉള്ള കണ്ടീഷൻ ഇപ്പോഴുള്ള കണ്ടീഷൻ നോക്കിയണ്ട.
കറക്റ്റ് നോക്കിയാൽ മനസ്സിലാവണ്ട. അതിൻ്റെ ഉള്ളിൽ വരുന്ന കാർബൺ ഡെപ്പോസിറ്റ് ഫുള്ളായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഉള്ളിലത്തെ വാൾവിൻ്റെ സ്പ്രിങ് കാണാൻ പറ്റും. അതുപോലെ തന്നെ നേരത്തെ ഈ വാൾവിൻ്റെ ഈ കണ്ടീഷൻ ഇവിടെ ഫുള്ള് കാണാൻ പറ്റാത്തൊരവസ്ഥയാണ്. വാൾവൊന്നും മര്യാദ കാണുന്നില്ല. ജസ്റ്റ് അപ്പുറത്തെ സൈഡിൽ നിന്ന് പ്രസ് ചെയ്യുമ്പോൾ ആ സൈഡിൽ നിന്ന് പ്രസ് ചെയ്യുമ്പോൾ അതാ റിട്ടേൺ പോകുന്നുണ്ടായില്ല. പ്രസ് ചെയ്ത് ഇങ്ങനെ അവിടെ നിൽക്കുകയായിരുന്നു. കൈയെടുത്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കുന്ന അവസ്ഥയായിരുന്നു. അപ്പോൾ ആ വാൾവൊക്കെ സ്റ്റക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാർബൺ ഡെപ്പോസിറ്റ് ഒക്കെ കുടുങ്ങിയിട്ടാണ് മെയിനായിട്ട് ഇങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മളത് ക്ലീൻ ചെയ്തു. ഇതിൻ്റെ എല്ലാ ഭാഗവും EGR വാൾവിൻ്റെ എല്ലാ ഭാഗവും ക്ലീൻ ചെയ്തിട്ടുണ്ടാ. അപ്പോൾ നല്ല ഫ്രീ ആയിട്ടുണ്ടാ. ആ ഒരു സൗണ്ടും കേൾക്കാൻ പറ്റും. ആ വാൾവ് റിട്ടേൺ വരുന്നുണ്ടാ. അത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. വാൾവിൻ്റെ ഓപ്പണിങ് ക്ലോസ് ഒക്കെ ഓക്കെ ആയിട്ടുണ്ട്. അതുപോലെ EGR വാൾവിലേക്ക് അതിൽ നിന്ന് EGR വാൾവിൻ്റെ മറ്റേ മാനിഫോൾഡിലേക്ക് എക്സോസ്റ്റ് മാനിഫോൾഡിലേക്ക് പോകുന്ന ആ പൈപ്പാണ് ഇത് കണ്ട. ഇത് EGR വാൾവിൻ്റെ കൂളറിൻ്റെ ഉള്ളിലൊക്കെ നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഫുള്ള് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കാർബൺ ഡെപ്പോസിറ്റ് ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇപ്പോൾ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട്. ഉള്ളിൽ നമ്മൾ മാക്സിമം ക്ലീൻ ചെയ്തിട്ട് ഈ ഒരു പൈപ്പും ഇവിടെ വരുന്ന ഈ പൈപ്പ് എന്ന് പറഞ്ഞാൽ EGR വാൾവിൻ്റെ കൂളറിൻ്റെ കൂളൻ്റ് കൊടുക്കുന്ന ലൈനുകളാണ് ഈ രണ്ട് ലൈൻ. ഈ ഒരു ലൈനും ബാക്കി ഈ ഒരു ലൈനും ഈ അറ്റത്തെ ലൈനുമാണ്. ഒന്ന് വാൾവിലേക്കും ഒന്ന് ഇന്നത്തെ മാനിഫോൾഡിലേക്കും പോകുന്ന ഭാഗം. അപ്പോൾ ഇന്നത്തെ മാനിഫോൾഡ് നമ്മൾ ക്ലീൻ ചെയ്തിട്ടില്ല. ഇന്നത്തെ മാനിഫോൾഡ് നേരത്തെ ഞാൻ കാണുന്ന കണ്ടീഷൻ ഫസ്റ്റ് ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ കാണിച്ചതുപോലെ ഈ ഹോളൊക്കെ നേരെ പകുതിയായിട്ടുണ്ട്. ഇപ്പോൾ വേണ്ട, ഇപ്പോൾ ഹോള് നീറ്റ് ആൻഡ് ക്ലീൻ ആയി. അതുപോലെ അതിൻ്റെ ഉള്ളിൽ ഹോളിൻ്റെ ഉൾഭാഗം കണ്ട അങ്ങനെ അറ്റം വരെ കാണാൻ പറ്റും. നീറ്റ് ആൻഡ് ക്ലീൻ ആയി. അതിൻ്റെ ഉള്ളിൽ വേറെ ചെറിയ കട്ടിങ്ങുകളൊക്കെ ഉണ്ട്. ഈ വാൾവിൻ്റെ ഓരോ ഇത് പോകുന്ന ഭാഗത്തുള്ള കട്ടിങ്ങുകളൊക്കെയാണ് ഇപ്പോൾ കണ്ടത്. ഉള്ളിൽ ആ സൈഡ് ഭാഗത്ത് ഇങ്ങനെ ഒരു കട്ടിങ് കണ്ട. അത് ഓരോ സിലിണ്ടറിൽ നിന്ന് പോകുന്ന ഓരോ വാൾവിൻ്റെ മാനിഫോൾഡിൻ്റെ ഇതിലേക്ക് പോകുന്ന ഭാഗങ്ങളാണ് കണ്ടാ. ഉള്ളിലൊക്കെ ഫുൾ ക്ലീൻ ആയിട്ടുണ്ട്. നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. EGR വാൾവ് അതുപോലെ മാനിഫോൾഡ് അതുപോലെ എയർ ഫിൽറ്ററിലേക്ക് പോകുന്ന ഹോസ്, എയർ ഫിൽറ്ററിന് ടർബോയിലേക്ക് പോകുന്ന ഹോസാണിത്. ഇത് ഇന്റർകൂളറിന്റെ ഒരു ഹോസ്. അപ്പോൾ ഇതൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇത് മൊത്തം ഫുള്ളായിട്ട് ഒന്ന് സെറ്റ് ചെയ്യണം. മാനിഫോൾഡ് ഒഴികെ ഈ ഒരു EGR വാൾവിന്റെ കൂളറും ഈ ഒരു പൈപ്പും ഈ എക്സോസ്റ്റ് പോകുന്ന പൈപ്പ് ഈ മൂന്നൊന്ന് സെറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് വണ്ടിയിലേക്ക് തിരിച്ചു കയറ്റാം. അതുപോലെ മാനിഫോൾഡും വണ്ടിയിലേക്ക് തിരിച്ചു കയറ്റാം. അപ്പോൾ നമ്മൾ മാനിഫോൾഡ് എല്ലാം ക്ലീൻ ആക്കിയിട്ട് EGR ക്ലീൻ ചെയ്ത് അതിന് ശേഷം വാൾക്കോർ പാക്കിങ് മാറ്റായിരുന്നു. വാൾക്കോർ പാക്കിങ് പഴയത് മാറ്റിയതിന് ശേഷം ഇതാണ് പഴയ വാൾക്കോർ പാക്കിങ്. അപ്പോൾ വാൾക്കോർ പാക്കിങ് മാറ്റിയതിന് ശേഷം ആ സമയത്ത് ഇഞ്ചക്ടറിൻ്റെ റെയിലൊക്കെ അയച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റെയിലൊക്കെ അയച്ചു വെച്ച സമയത്ത് മാനിഫോൾഡ് പിടിപ്പിക്കാൻ കുറച്ചും കൂടി എളുപ്പം. ഈ ഒരു പൊസിഷനിൽ ഇത് വെച്ചിട്ട് അങ്ങനെ കയറ്റി കൊടുക്കാം. അല്ലെങ്കിൽ ഇവിടെ റെയിൽ വരുന്ന കാരണം ഈ ഫ്യൂവലിൻ്റെ റെയിൽ ഇവിടെ വരുന്ന കാരണം കുറച്ച് ഉണ്ടാവും. നട്ടും ബോൾട്ടൊക്കെ ഇടാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അയച്ചു വെച്ചതിന് ശേഷം ആ സമയത്ത് മാനിഫോൾഡ് ഇടാം. മാനിഫോൾഡ് ഇട്ടതിന് ശേഷം നമുക്ക് ആ റെയിൽ കൊടുക്കാം. അതിന് ശേഷം ഈ ഭാഗത്ത് ഈ EGRൻ്റെ കൂളറൊക്കെ വരുന്ന ഭാഗത്ത് ഈ പൈപ്പുകളൊക്കെ കൊടുക്കാണ്ട്. അപ്പോൾ ആ EGR ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പൈപ്പുകളും ഹീറ്റർ ഹോസ് വരുന്ന പൈപ്പ് അതുപോലെ ബാക്കി എല്ലാ പൈപ്പുകളും കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ EGR അതുപോലെ മാനിഫോൾഡൊക്കെ ഫിക്സ് ആക്കിയിട്ട് എല്ലാം ക്ലീൻ ആക്കിയിട്ട് ഫിക്സ് ആക്കിയിട്ടുണ്ട്, പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഈ സൈഡിൽ വരുന്ന ഭാഗത്ത് വരുന്ന ഹോസുകളൊക്കെ കയറ്റിയിട്ടുണ്ട്. EGR അതുപോലെ എക്സോസ്റ്റിൻ്റെ ഭാഗത്ത് വരുന്ന എക്സോസ്റ്റിൻ്റെ ഇതിലേക്ക് പോകുന്ന EGRൻ്റെ പൈപ്പ് അതൊക്കെ ഫിക്സ് ചെയ്ത് അതുപോലെ ബാക്കി താഴെ വരുന്ന EGR വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഈ സ്റ്റീൽ പൈപ്പൊക്കെയാണ് അതിൻ്റെ കണക്ഷൻ വരുന്നത്. മാനിഫോൾഡിലേക്ക് ഈ ഒരു ഭാഗത്തേക്കാണ് അതിൻ്റെ കണക്ഷൻ വരുന്നത്. അപ്പോൾ അതൊക്കെ ഫിക്സ് ചെയ്ത് അതുപോലെ റേഡിയേറ്ററിൻ്റെ പൈപ്പ് റേഡിയേറ്ററിലേക്കുള്ള ഹോസൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം കൊടുത്ത് കണക്ഷൻ തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ കൂളൻ്റ് ഒഴിച്ച് ലെവലൊക്കെ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ബാക്കി വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ മാനിഫോൾഡിൻ്റെ ബോൾട്ടെല്ലാം കറക്റ്റ് ആക്കിയിട്ട് ഇടണം. അത് ഈ ഭാഗത്തൊക്കെ അയക്കുമ്പോൾ കുറച്ച് കഷ്ടപ്പാടൊക്കെയാണ് ഈ ഭാഗത്തൊക്കെ അയക്കണമെങ്കിൽ. ഈ ഒരു ഭാഗത്തൊക്കെ കറക്റ്റ് ഇതിൻ്റെ സ്പാനറും അതുപോലെ ഇതൊക്കെ ഇടുമ്പോൾ കറക്റ്റായിട്ട് ഇടണം. അതുപോലെ ഈ ഗ്യാസ്കറ്റ് മാനിഫോൾഡിൻ്റെ ഈ ഭാഗത്ത് വരുന്ന ഗ്യാസ്കറ്റ് ഉണ്ടല്ലോ താഴെ വരുന്നത്, ആ ഗ്യാസ്കറ്റ് നമ്മൾ പഴയ തന്നെ ഇട്ടത്. വലിയ കുഴപ്പമില്ല. അതൊരു മെറ്റൽ ടൈപ്പ് ഗ്യാസ്കറ്റ് വരുന്നുണ്ട്, അതന്നെ ഇട്ടിട്ടുണ്ട്. അതുപോലെ ആ സമയത്ത് നമ്മൾ ഈ വാൾ കവർ പാക്കിങ് ലീക്ക് ഉണ്ടായിരുന്നു, അതും മാറ്റി. ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. ഇനി വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കി അതിൻ്റെ പുകയൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് റേസ് ചെയ്ത് നോക്കുക. റേസ് ചെയ്താൽ പതുക്കെ ഇപ്പം നേരത്തെ ആദ്യം ഫസ്റ്റത്തെ കണ്ടീഷനിൽ ഇതുപോലെ റേസ് ചെയ്യുന്ന സമയത്ത് തന്നെ നല്ല പോകണ്ടായിരുന്നു. കുറച്ചും കൂടി റേസ് ചെയ്താൽ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. വേണ്ട, നേരത്തെ ആദ്യം ഫസ്റ്റ് കണ്ടീഷനിൽ ഇങ്ങനെ റേസ് ചെയ്യുന്ന സമയത്ത് നല്ല പോകണ്ടായിരുന്നു. അപ്പോൾ വണ്ടി നല്ല സ്റ്റാർട്ടിങ് വർക്കിംഗ് കറക്റ്റാണ്. ഉണ്ടാ വേറെ വലിയ കുഴപ്പമൊന്നുമില്ല. സമയത്തൊക്കെ റേസാക്കിയാ വണ്ടി ഒന്ന് കുറച്ച് റേസാക്കി വേറെ കുഴപ്പമൊന്നുമില്ല. ഉണ്ടാ നോർമലി ഉള്ള ആയി തന്നെയാണുള്ളൂ, പുകയുള്ളൂ, വേറെ വലിയ കുഴപ്പമൊന്നുമില്ല. നല്ല RPM റേസ് ചെയ്യുന്നുണ്ട് വണ്ടി ഇപ്പോൾ ഒരു
3000 RPM ഒക്കെയാണ് വർക്ക് ചെയ്യുന്നത്. ആ സമയത്തൊന്നും ഇതിൻ്റെ പൊല്യൂഷൻ നല്ല കുറഞ്ഞു. EGR വാൾവിൻ്റെ ക്ലീൻ ചെയ്താൽ തന്നെ മാനിഫോൾഡ് EGR ക്ലീൻ ചെയ്താൽ തന്നെ നല്ല വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ മാനിഫോൾഡ് അതുപോലെ EGR വാൾവ് ഇതൊക്കെ അയച്ച് ക്ലീൻ ചെയ്തിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത്യാവശ്യം നല്ല ഇതൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ഞാൻ ഇപ്പോൾ കുറച്ച് മുമ്പ് കാണിച്ചതല്ലോ. അപ്പോൾ അതുപോലെ പുകയൊക്കെ ഏകദേശം അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നോർമൽ ഉണ്ടാവും. നന്നായി റേസ് സഡൻ നന്നായിട്ട് റേസ് ചെയ്യുമ്പോൾ ഡീസൽ വണ്ടി എന്തായാലും പുക ഉണ്ടാവും. നേരത്തെ ആദ്യം ഫസ്റ്റത്തെ കണ്ടീഷൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ ഇടുന്നതിനും ആ സമയത്ത് തന്നെ 1000-1500 RPM ആ സമയത്ത് തന്നെ നല്ല പുക ഉണ്ടായിരുന്നു. നല്ല ഫ്ലോ ആയിട്ട് പുക ഉണ്ടായിരുന്നു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ എന്തായാലും ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഡീസൽ വണ്ടിയാണെങ്കിൽ നിങ്ങളുടെ വണ്ടികൾക്കും ഇതുപോലെ 1,00,000 കിലോമീറ്റർ ഒക്കെ ആകുന്ന ആ സമയത്ത് 1,00,000 കിലോമീറ്റർ ഒക്കെ ആകുമ്പോഴാണ് കൂടുതൽ പുകയൊക്കെ ഉണ്ടാകും. മെയിനായിട്ട് എല്ലാ വണ്ടികളും കോമൺ ആയിട്ട് അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ചില വണ്ടികൾക്ക് കൂടുതൽ പുക ഉണ്ടെങ്കിൽ അതുപോലെ EGR മാനിഫോൾഡ് ഇതുപോലെ വരുന്ന ഭാഗങ്ങൾ എക്സോസ്റ്റിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക. ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യുക. EGR വാൾവ് ബ്ലോക്കൊക്കെ ആയി കഴിഞ്ഞാൽ ഇതുപോലെ പുക കൂടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്ന് ഇതുപോലെ വീഡിയോക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ Facebook പേജും Instagram പേജും ഫോളോ ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റു വീഡിയോയുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും ഗുഡ് ബൈ.